ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മെക്കാമാള് ഗിഫ്റ്റ് പാലസ് അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയൊരു ഐഷയുടെ പാലറ്റ് വേണമായിരുന്നു. പിന്നെ എൻ്റെ ഒരു മൊബൈൽ ഒന്ന് സെറ്റാക്കാനായിട്ട് മൊബൈൽ കടയിൽ കയറണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശങ്ങൾ. ഇപ്പം നമ്മുടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സിഗ്നൽ വരാതെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സിഗ്നൽ വന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ മൊബൈൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മൊബൈൽ കടയിൽ കാണിച്ചിട്ട് നമുക്ക് തൊട്ട് ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് മെഗാമാളിൻ്റെ സൈഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് വഴി നടന്ന് പോവാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ തന്നെ നല്ല രസം ഇതിലേക്ക് നടക്കാനായിട്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായി നമ്മൾ ഈ ഒരു മൊബൈൽ ഷോപ്പിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മൊബൈൽ റൗണ്ട് ബോട്ട് എന്ന് തന്നെയാണ് ഇതന്നെ അറിയപ്പെടുന്നത്. കാരണം ഫുള്ള് മൊബൈൽ കടകളാണ് ഇതിന് ചുറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ കയറി ഇറങ്ങി, പക്ഷെ കാര്യം നടന്നില്ല. ഓക്കെ, നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ഇങ്ങനെ നടന്ന് നമ്മുടെ മെഗാമാളിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ മെഗാമാളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ദ ഗിഫ്റ്റ് പാലസ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ വേറൊരെണ്ണമുണ്ട്, 2 dirhams എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് മെഗാമാള്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഇങ്ങനെ ചുറ്റിനും അടുത്തടുത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി ഇങ്ങോട്ട് വന്നാൽ എവിടെ വേണേലും വന്ന് നമുക്ക് എന്ത് വേണേലും മേടിച്ചിട്ട് ഇറങ്ങിപ്പോവാം കേട്ടോ. അപ്പം ഞാൻ ദാണ്ട വന്നിരിക്കുന്നത് ഒരു ഐഷാഡോ പാലറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബ്ലൂ കളറിലെ ഐഷാഡോ പാലറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അത് അവിടെ കിട്ടിയില്ല. ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്യാവശ്യം വലുപ്പമുള്ളവരെണ്ണം ആയതുകൊണ്ട് എനിക്ക് അത്രയും വലുതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ഇല്ല. പിന്നെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്രയും ഇങ്ങനത്തെ ഭയങ്കര കളറൊക്കെ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഒരെണ്ണം മതിയായിരുന്നു. അപ്പോൾ പിന്നെ അത്രയും പൈസ കൊടുത്തിട്ട് അത്രയും വലുതെടുത്തിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എടുക്കായിരുന്നു. അപ്പം അവിടുന്ന് നമ്മളിങ്ങനെ തിരഞ്ഞു പറഞ്ഞ് നോക്കുകയാണ്, ഇടയ്ക്ക് വല്ല ഇരിപ്പുണ്ടോ കളറുണ്ടോ എന്ന് നോക്കുക. പക്ഷെ എല്ലാം കൂടുതലും ന്യൂഡ് കളറായിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര ന്യൂഡ് കളറായിരുന്നു. അപ്പം അവിടുന്ന് ഇനിയിപ്പോൾ നമ്മളങ്ങ് ഇറങ്ങിയിട്ട് നമുക്ക് മെഗാമാളിൽ മെഗാമാളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ മെഗാമാളിലോട്ട് പോവേ. ഞാൻ ഭയങ്കര ആധികാരികമായിട്ട് ഓരോന്നും എടുത്ത് ബാക്കിൽ വല്ല ഇരിപ്പുണ്ടോ എന്നിങ്ങനെ സെർച്ച് ചെയ്യാട്ടോ. പക്ഷെ ബാക്കിലൊന്നും ഇല്ല, എല്ലാം ഈ ന്യൂഡ് കളർ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മെഗാമാളിലോട്ട് പോയി. മെഗാമാളിൽ ചെന്നിട്ട് ഒരു 2-3 ഷോപ്പുണ്ട്. അപ്പം ഞാനോട് തന്നെ പിന്നെ അതിനകത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മെഗാമാളിൽ കയറിയപ്പോൾ ഇതിനകത്ത് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ അവർ വെറൈറ്റി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വീഡിയോസും പിന്നെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറക്കുട്ടി അവിടെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ വലിയ ഫ്ലവറും പിന്നെ അതിനകത്തൊരു സൈക്കിളും ഇങ്ങനെ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈസിനെ സെറ്റ് ചെയ്തിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനോ വേണ്ടി ചെയ്തതായിരിക്കാം മേ ബി. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പിന്നെ നമുക്ക് ഐഷാഡോ പാലത്ത് നോക്കാനായിട്ട് ഇതിനകത്ത് നമ്മുടെ മാർട്ടിൽ കയറി. പക്ഷെ അവിടെ ഒന്നുമില്ല. ഇതുണ്ടോ, ഈ ബ്രസീലിന്റെ കെരാറ്റിന്റെ ഷാമ്പു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു അടിപൊളി സാധനം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയതാട്ടോ. 52 dirhams ആട്ടോ, 51.5 dirhams. അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ അത്. അപ്പം വെറുതെ ചുമ്മാ ഇതിനകത്തോടൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടന്നിട്ട് നമ്മൾ പിന്നെ സാറൊക്കെ അപ്പോൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ട് നമ്മുടെ ജ്യൂസിന്റെ സെക്ഷന് വന്നു കേട്ടോ. അപ്പം നമുക്ക് ഐഷാഡോ പാലറ്റ് കിട്ടിയില്ല. വേറെ 2-3 ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെയൊന്നും ഈ ബ്ലൂ കളർ അവൈലബിൾ അല്ല, എല്ലാം ന്യൂഡ് കളറാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ജ്യൂസ് എടുത്ത് സാറക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് വന്നു. അപ്പോൾ സാറ് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വലിയ തുറന്നു എടുത്ത് അപ്പൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതല്ല വാങ്ങിച്ചേ, കാരണം അത്രയൊക്കെ നമ്മൾ മേടിച്ചാൽ നമ്മളങ്ങ് കുടിക്കും. അപ്പോൾ അവൾക്കൊരു ചെറുത് മേടിച്ച് കൊടുക്കാന്ന് ഓർത്തിട്ടെ. അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ കുടിച്ചിട്ട് അഴുക്കാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം കൊടുക്കാറില്ല, എന്നാൽ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറുതൊരെണ്ണം മേടിച്ച് അവൾക്ക് മാത്രം മേടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് അത് മേടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും കേട്ടോ. ഇന്നൊരു പനി പിടിച്ച ദിവസമാണ് കേട്ടോ. പനി എന്ന് പറഞ്ഞാൽ എനിക്കല്ല, എൻ്റെ സാറക്കുട്ടിക്കാണ് പനി. പനി എന്ന് വെച്ചാൽ ഭയങ്കര പൊള്ളുന്ന അങ്ങനത്തെ പനിയല്ല, അവൾക്ക് മൂക്കടപ്പും തുമ്മലും ആണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, മേ ബി ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി ഭയങ്കര ചൂടൊക്കെ ആയാലോ. അപ്പോൾ അതിൻ്റെ തലനീരൊക്കെ ഇറങ്ങിയതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഭയങ്കരമായിട്ട് മൂക്കൊക്കെ അടഞ്ഞ് തുമ്മലൊക്കെ ആയിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്കുള്ള പാലൊക്കെ കാച്ചി വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ചോറൊന്നും അങ്ങനെ
കഴിക്കുന്നില്ല, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നല്ലപോലെ നമ്മൾ കളയണം. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഇതിനകത്തോട്ട് ടിഷ്യൂവിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ പൊക്കോളുമല്ലോ എന്നോർത്തിട്ട് ഞാൻ അതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. അപ്പം നല്ലപോലെ വെള്ളമയം കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നല്ലപോലെ നമ്മൾ ഒപ്പി എടുക്കുന്നത്. 2 ടിഷ്യൂവിൽ മാറ്റി മാറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ആയിട്ടിരിക്കും കേട്ടോ. നേരത്തെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം എല്ലാം വലിഞ്ഞു പൊക്കോളുവേ. അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഓർത്തുന്നതിന് സാറക്കുട്ടിക്ക് പാല് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയ ഫുഡടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം പാല് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആശുപത്രിയിലൊന്നും കൊണ്ട് കാണിച്ചില്ല, മരുന്ന് കയ്യിലുണ്ട്, പിന്നെ ആവി പിടിക്കാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം ഒന്ന് നോക്കിയിട്ട് കുറവില്ല, ഇനി ചുമയൊക്കെ ആകുവാണെങ്കിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് ലിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ പനിയൊക്കെ ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്ന പിന്നെ ആൾക്ക് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. എനിക്കും അങ്ങ് സങ്കടമായിപ്പോകും. കാരണം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലൻ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വീട്ടിലൊക്കെ ഭയങ്കര അനങ്ങി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് കണ്ടില്ലേ, മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇന്നലെ കുളിപ്പിച്ചിട്ടുമില്ല, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെന്താ, അപ്പം ഞാൻ ഇനിയിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പപാത്രമാണ് കേട്ടോ. എനിക്ക് ഇതിൽ കടുകൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതാണിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് എണ്ണ ഒരു ട്രിപ്പായിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായോ ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയെങ്കിലേ, അതായത് 2 ട്രിപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ആദ്യം നമ്മളിതൊന്ന് മുരിച്ചെടുക്കും, എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്നും കൂടെ മുരിക്കും. അതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കാതെ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇടുമ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിതാ ഇതുപോലെ കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ട്രിപ്പും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ ഈ കോരി എടുക്കുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമല്ലോ. അപ്പോൾ ഒരു ഫ്രീസറിലാകുമ്പോൾ ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ഇത് അത്യാവശ്യം തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ തണുത്ത് കിട്ടുമ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ തണുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് കളറൊന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ എടുത്തു, എന്നിട്ട് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് ഇതാ വീണ്ടും അത് എടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കരിക്കൊന്നും ചെയ്യണ്ട. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ബ്രൗൺ കളർ ആക്കി എടുക്കുക. അപ്പോൾ ഉള്ളു വേവുകയും ചെയ്യും. എന്താ കണ്ടില്ലേ നല്ല ഒടിഞ്ഞു പോയി, അതായത് അകം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലാതെ മൂപ്പിച്ചൊന്നുമല്ല കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ചുമ്മാ ഒന്ന് ഒരു ഇച്ചിരി മുളക് പൊടി, ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി ഇടാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം സാറക്കുട്ടിക്കും കൊടുക്കേണ്ടത് കൊണ്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇതാ കണ്ടില്ലേ, കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു തവണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ സാറക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ടിവിയും കണ്ടുകൊണ്ട് അതിങ്ങനെ കഴിക്കുകയാണ്. ഞാനപ്പോൾ വെള്ളവും കൊണ്ട് കൊടുത്തു. അപ്പം എന്താ പറയുക, അപ്പം ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുമ്പോഴത്തേനും ഫുഡൊക്കെ കഴിപ്പോൾ മടുപ്പാണ്. അപ്പം എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും. മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഫുഡ് അപ്പോൾ കൊടുക്കാതിരിക്കാനേ നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഭയങ്കര അവൾക്ക് പൊതുവേ മടുപ്പാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അവൾക്ക് ആവി പിടിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലൊരു കുപ്പിയിൽ ഇതിൻ്റെ സൊല്യൂഷൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴേലൊക്കെ നമുക്ക് ആവശ്യം വന്നെങ്കിൽ അന്നേരപ്പോൾ കിടന്ന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൽ പിടിച്ചിട്ട് ഞാനൊരു
2-3 പ്രാവശ്യമായിട്ട് ആവി പിടിക്കും ഒരു ദിവസം കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടോ എപ്പോഴേലും 3-4 തവണയായിട്ട് ആവി പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ മൂക്കടപ്പൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ വലിയ കഫക്കെട്ടൊക്കെ ആയെങ്കിൽ നമുക്ക് എന്തായാലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആശുപത്രിയിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് 2 ദിവസമൊക്കെ ഒന്ന് നോക്കുക. കുഞ്ഞിന് തീരെ മേലാന്നുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കണം. പിന്നെ ഇവൾക്ക് മൂക്കടപ്പും ആ ഒരു തുമ്മലിൻ്റെ അസ്വസ്ഥതയാണ്. പനിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് 2 ദിവസം മരുന്നൊക്കെ കൊടുത്തിട്ട് നോക്കാം, കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത് ആവി പിടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ മാസ്ക് വെച്ച് പിടിക്കുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് പിടിച്ചിട്ട് ആൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനതൊന്ന് കഴുകി വെക്കാനായിട്ട് പോയതാണ്. ആവിയൊക്കെ പിടിച്ചതിന് ശേഷം ഞാനൊരു ബണ്ണ് കൊടുത്തു കേട്ടോ. ചോറ് തരട്ടേന്ന് ചോദിച്ചപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ TV ഇട്ട് കൊടുത്ത് ഒരു ബണ്ണും കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വയ്യാണ്ടായിട്ടാണോ നടത്തില്ല, എനിക്കും ഭയങ്കര ക്ഷീണം, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, ഒരു അനക്കമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ രാത്രിയിൽ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളം ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫോർക്കിട്ട് കുത്തി കഴിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഫോർക്കൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പോൾ എനിക്ക് പല്ല് തേച്ചിട്ട് എൻ്റെ ഈ സൈഡിലോട്ട് കുത്തിയിട്ട് ഭയങ്കരമായിട്ട് വേദന എടുത്തിരിക്കുക കേട്ടോ, അവിടെ പൊട്ടിയിട്ട്. അപ്പോൾ അത് കഴിക്കാൻ തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ചവയ്ക്കാനൊക്കെ ഭയങ്കര പാടുണ്ട്. അപ്പോൾ ഏട്ടൻ കണ്ടില്ല ഞാൻ അതൊക്കെ കോപ്രായൊക്കെ കാണിക്കുന്നത്. എനിക്ക് ഇടയ്ക്കൊക്കെ ഉള്ള കേട്ടോ. നല്ല ആധികാരികമായിട്ട് പല്ല് തേച്ച് ഒരൊറ്റ കുത്തിക്കയറ്റായിരിക്കും ഏതെങ്കിലും ഒരു സൈഡിലോട്ടോ, മോണയുടെ സൈഡിൽ. അപ്പോൾ ഭയങ്കര വേദന ആയിരിക്കും കേട്ടോ. ഒരു 2-3 ദിവസം നമ്മുടെ പോയി കിട്ടും ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പം കഴിക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇനിയിപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് സാറക്കുട്ടിയും നേരത്തെ കിടത്തി ഉറക്കും. കാരണം ഉച്ചയ്ക്കൊന്നും എന്താ പറയുക ഉറക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതൊരു എന്താ പറയുക പനി പിടിച്ച ഒരു ദിവസമായിട്ട് അധികം ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. അപ്പോൾ സാറക്കുട്ടി കരഞ്ഞുകൊണ്ടാണ് എണീറ്റ് വന്നത്. കാരണം ആൾക്കാർ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാ കരഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. പാവമുണ്ട്, കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടും നമുക്ക് വിഷമവും ഒക്കെ ഉണ്ടാവും അല്ലേ. കാരണം അത്രയും ദിവസം നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വയ്യാഴിക പോലെ വന്നു കഴിയുമ്പോഴത്തേനും അവരങ്ങ് ഭയങ്കര സൈലൻ്റ് ആവും. അതാണ് പ്രശ്നം. അവർക്ക് വയ്യാഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അത് കാണാൻ ഞാൻ അരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം, ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അയ്യോ പാവമുണ്ട്. ഇനിയിപ്പോൾ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി വീണ്ടും ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ കൊടുക്കണം. ഇനിയിപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങ് കൊഞ്ചിയിരിക്കുകയാണ്. ഒരു വയ്യാഴിക വരുമ്പോഴത്തേന് സാറക്കുട്ടിക്ക് പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു വാശിയുണ്ട്. പിന്നെ അച്ചാച്ചനൊക്കെ പിടിക്കാൻ ചെന്നെങ്കിൽ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. ആകെപ്പാടെ പ്രശ്നമായിരിക്കും പിന്നെ. അപ്പോൾ ഇതാ രാവിലെ ഫുഡെല്ലാം കഴിപ്പിച്ചിട്ട് ഞാനൊന്ന് ആവി പിടിക്കാനായിട്ട് കൊണ്ടിരുത്തിയേക്കാണ് കേട്ടോ. അപ്പം ആവി പിടിക്കുന്നുണ്ട്. അവൾക്ക് ആ മാസ്ക് വെച്ച് പിടിക്കാൻ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാസ്ക് വെച്ചൊക്കെ ആവി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനില്ല. കാരണം അവൾക്ക് പനിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇങ്ങനെ ആവി പിടിക്കുക, ഫുഡ് കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.